രണ്ട് പുസ്തകങ്ങളാണ് ഇപ്പോൾ വലിയ ചർച്ചയാകുന്നത്. ഒന്ന് ദേശീയ തലത്തിലും മറ്റൊന്ന് സംസ്ഥാന തലത്തിലും. ദേശീയ തലത്തിൽ ചർച്ചയാകുന്ന പുസ്തകം മുൻ കരസേനാ മേധാവി ജനറൽ നരവനെയുടെ 4 സ്റ്റാർസ് ഓഫ് ഡെസ്റ്റിനി എന്ന് പറയുന്ന തൻ്റെ അനുഭവക്കുറിപ്പാണ്. ആത്മകഥാംശമുള്ള പുസ്തകമാണ്. മറ്റൊന്ന് കേരളത്തിലെ ഒരു CPM നേതാവ് കുഞ്ഞികൃഷ്ണൻ എഴുതിയ നേതൃത്വത്തെ അണികൾ തിരുത്തണം എന്ന പുസ്തകമാണ്. ഏതാണ്ട് 28 മാസക്കാലം ഇന്ത്യയുടെ കരസേനാ മേധാവിയായിരുന്ന ജനറൽ നരവനെ അക്കാലയളവിൽ തനിക്കുണ്ടായ അനുഭവങ്ങൾ കൂടി ചേർത്ത് വെച്ചുകൊണ്ട് ഒരു പുസ്തകം എഴുതി പ്രസിദ്ധീകരിക്കാൻ പെൻഗ്വിൻ ബുക്സിനെ ഏൽപ്പിക്കുകയും അത് വിതരണം ചെയ്യുന്നതിന് ആമസോണിനെ ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ആ പുസ്തകത്തിലെ ചില വാചകങ്ങൾ കഴിഞ്ഞ ദിവസം ഇന്ത്യൻ പാർലമെൻറ്റിൽ ലോക്സഭയിൽ ഉന്നയിക്കുകയുണ്ടായി. പക്ഷേ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പോലും രാഹുൽ ഗാന്ധിയെ അനുവദിച്ചില്ല. ആരൊക്കെയാണ് എതിരെ വന്നത്? ഒന്ന് പ്രധാനമായും സ്പീക്കർ തന്നെ, മറ്റൊന്ന് ട്രഷറി ബെഞ്ചിലെ പ്രഗത്ഭന്മാരായിട്ടുള്ള മന്ത്രിമാർ, ആഭ്യന്തരമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഒക്കെ ഒരു നിമിഷം പോലും ശരിയായി സംസാരിക്കാൻ രാഹുൽ ഗാന്ധിയെ അനുവദിക്കാതെ അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തെ നിരന്തരം തടസ്സപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ പാർലമെൻറ്റിൽ കണ്ടത്. എന്താണ് ആ പുസ്തകത്തിൽ ഇത്ര കോലാഹലമുണ്ടാക്കുന്ന കാര്യം? രാഹുൽ ഗാന്ധി പറഞ്ഞത് നരവനെ കരസേനാ മേധാവിയായിരുന്ന കാലത്താണ് ചൈനയുടെ അധിനിവേശം ഇന്ത്യയുടെ മണ്ണിലേക്ക് കടന്നു വന്നത്. അപ്പോൾ 4 ടാങ്കുകൾ ഉൾപ്പെടെ സൈനിക സന്നാഹവുമായി ചൈന അതിർത്തി കടന്നു വരുന്ന വാർത്ത നോർത്തേൺ കമാൻഡിൽ നിന്ന് കരസേനാ മേധാവിയുടെ പക്കലേക്ക് എത്തിയപ്പോഴേക്കും അദ്ദേഹം വല്ലാതെ പകച്ചുപോയി. എന്താണ് ചെയ്യേണ്ടത് എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് തീരുമാനമെടുക്കാൻ കഴിയുമായിരുന്നില്ല. ഒരു രാഷ്ട്രീയ തീരുമാനം ആവശ്യമായിരുന്നു. അദ്ദേഹം ഡൽഹിയിലേക്ക് വിളിക്കുന്നു, പ്രതിരോധ മന്ത്രിയെ വിളിക്കുന്നു, രാഷ്ട്രീയ തീരുമാനം വേണം എന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ ആ സമയത്ത് ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഉറങ്ങുകയായിരുന്നോ എന്നറിയില്ല. അതിനെ സംബന്ധിച്ച് ഒരു മറുപടിയും കിട്ടിയില്ല. 2 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും അദ്ദേഹത്തിന് സന്ദേശം വരുന്നു. ചൈനീസ് പട്ടാളം മുന്നേറുക തന്നെയാണ്, അവർ സൈനിക സന്നാഹവുമായി ഇന്ത്യൻ അതിർത്തി കടന്നു വരിക തന്നെയാണ്. വീണ്ടും അദ്ദേഹം പ്രതിരോധ മന്ത്രിയെ വിളിച്ചു. എന്താണ് തീരുമാനം, അറിയിക്കണം എന്ന് ആവശ്യപ്പെട്ടു. അപ്പോൾ ഉറങ്ങുകയായിരുന്നു നരേന്ദ്രമോദി എന്നറിയില്ല. എന്തായാലും അർദ്ധസുഷുപ്തിയിലായിരുന്ന അദ്ദേഹം പ്രതിരോധ മന്ത്രിയോട് പറഞ്ഞു, ഉചിതമായ തീരുമാനമെടുക്കാൻ അദ്ദേഹത്തെ ഏൽപ്പിക്കൂ എന്ന് പറഞ്ഞ് തൻ്റെ കമ്പിളിപ്പുതപ്പ് ഒന്നുകൂടി വലിച്ച് തൻ്റെ ഉറക്കം തുടർന്നോ എന്നും അറിയില്ല. എന്തായാലും ആ ഒരു തീരുമാനമാണ്, ആ ഒരു മറുപടിയാണ് പ്രതിരോധ മന്ത്രി ജനറൽ നരവനേക്ക് നൽകിയത്. എന്ന് പറഞ്ഞാൽ രാജ്യം നേരിടുന്ന അതിർത്തി കടന്നു വരുന്ന വലിയ ആക്രമണത്തെ നേരിടാൻ രാഷ്ട്രീയ നേതൃത്വത്തിന് ഒരു മറുപടി പോലും ഉണ്ടായിരുന്നില്ല. ആ കാര്യം, അതിൻ്റെ ഉത്തരവാദിത്വം, അതിൻ്റെ എല്ലാ വരുംവരായികകളും കരസേനാ മേധാവിയുടെ ചുമലിൽ വെച്ച് കെട്ടിക്കൊടുക്കുന്ന തരത്തിൽ നിലപാടില്ലായ്മയാണ് രാജ്യത്തെ എക്സിക്യൂട്ടീവിൻ്റെ തലവന്മാർക്ക്, രാജ്യത്തിൻ്റെ ഭരണാധികാരികൾക്കുണ്ടായത് എന്ന് പരാമർശിക്കുന്ന വാചകങ്ങളാണ് രാഹുൽ ഗാന്ധി ഇന്ത്യൻ പാർലമെൻറ്റിൽ അവതരിപ്പിച്ചത്. എന്തു പറഞ്ഞാൽ പ്രതിരോധിച്ചത്? അങ്ങനെയൊരു പുസ്തകമില്ല, അങ്ങനെയൊരു പുസ്തകം ഇറങ്ങിയിട്ടില്ല. ഇറങ്ങാത്ത പുസ്തകത്തെ സംബന്ധിച്ച് ഇവിടെ സംസാരിക്കാൻ കഴിയില്ല എന്നായിരുന്നു സ്പീക്കറുടെ ഇടപെടൽ. ഒടുവിൽ എന്താ നമ്മൾ കണ്ടത്? ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെ മുറ്റത്ത് രാഹുൽ ഗാന്ധി കടന്നു വരികയും പെൻഗ്വിൻ ബുക്സ് പുറത്തിറക്കിയ ആ പുസ്തകം ഉയർത്തിക്കാണിച്ചുകൊണ്ട് രാജ്യത്തെ മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിൽ, ഇതാ ഞാൻ പറഞ്ഞ പുസ്തകം, ഇതിലെ വാചകങ്ങളാണ് ഞാൻ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിൽ പറയാൻ ആഗ്രഹിച്ചത് എന്ന് പറഞ്ഞുകൊണ്ട് ആ പുസ്തകം ഉയർത്തിക്കാട്ടി നിൽക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ചിത്രം പുറത്തു വന്നു. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്, ഉയരുന്ന ചോദ്യങ്ങൾക്കെതിരായി മറുപടിയില്ലെന്ന് മാത്രമല്ല, ചോദ്യം ഉയർത്തുന്നവനെ ആ ചോദ്യം ഉയർത്താൻ പോലും അനുവദിക്കാതെ ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലാണെന്ന് നമ്മൾ പലപ്പോഴും അവകാശപ്പെടാറുള്ള ഇന്ത്യയുടെ ലോക്സഭയിൽ നിന്ന്, പാർലമെൻറ്റിൽ നിന്ന് പ്രതിപക്ഷ നേതാവിനെ പോലും സംസാരിക്കാൻ അനുവദിക്കാത്ത തരത്തിലുള്ള ഒരു തരം അസഹിഷ്ണുത, അല്ലെങ്കിൽ ഇതൊക്കെ കേട്ടാൽ പതറിപ്പോകുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വമാണ് ഈ രാജ്യത്തുള്ളത് എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമാനമാണ് കേരളത്തിലെ സാഹചര്യം. ഒരു ജില്ലാതലത്തിലുള്ള നേതാവ്, മുമ്പ് ഏരിയ സെക്രട്ടറി ആയിരുന്ന കുഞ്ഞികൃഷ്ണൻ, അദ്ദേഹത്തെ ഇപ്പോൾ പാർട്ടി പുറത്താക്കിയിരിക്കുന്നു. ഇപ്പോൾ മുൻ CPM നേതാവാണ് കുഞ്ഞികൃഷ്ണൻ. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന കാലയളവിൽ ഉണ്ടായ ചില അനുഭവങ്ങൾ, രക്തസാക്ഷി ധൻരാജിൻ്റെ പേരിൽ പിരിച്ച കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട്, അതിൽ നിന്ന് 70 ലക്ഷമോ 80 ലക്ഷമോ എത്രയാണ് തുകയെന്ന് നമുക്കറിയില്ല, അത്രയും പണം വകമാറ്റി ചെലവഴിക്കുകയോ മുക്കുകയോ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആ പാർട്ടിയുടെ സംസ്ഥാന തലത്തിലും കേന്ദ്ര തലത്തിലും ഒക്കെയുള്ള നേതാക്കളുമായി പലവട്ടം കമ്മിറ്റികളിൽ ഉൾപ്പെടെ ഉന്നയിച്ചുകൊണ്ട് അതിനൊരു ഉത്തരം കിട്ടാതെ വന്നപ്പോൾ ഒടുവിൽ 4 വർഷത്തിലധികം ആ
പ്രയാസം മനസ്സിൽ കൊണ്ടു നടന്ന കുഞ്ഞികൃഷ്ണൻ മാധ്യമങ്ങളുടെ മുമ്പിൽ ഇങ്ങനെയൊരു വിഷയമുണ്ട്, ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, അത് ഉടനെ പുറത്തിറങ്ങും എന്ന വാർത്ത പുറത്തുവിട്ടപ്പോൾ എന്തായിരുന്നു CPMൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്? അങ്ങനെയൊരു വിഷയമേ ഇല്ലെന്നും അത് വളരെ കൃത്യമായി പാർട്ടിയിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതാണെന്നും അതിനെ സംബന്ധിച്ച് പുറത്തു പറയാൻ കഴിയില്ലെന്നും പൊതുജനങ്ങളിൽ നിന്ന് പിരിച്ച ഫണ്ടിൻ്റെ കാര്യത്തിൽ പൊതുജനങ്ങളോട് കണക്ക് പറയേണ്ട ബാധ്യത പാർട്ടിക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ ആ പാർട്ടിയിൽ നിന്ന് ഒരു ചോദ്യം ഉയർത്തിയതിൻ്റെ പേരിൽ പുറത്താക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ ദിവസം പയ്യന്നൂരിൽ ആ പുസ്തകം പുറത്തിറക്കുന്ന ചടങ്ങിൽ നൂറുകണക്കിന് പേരാണ് ആ പ്രകാശന ചടങ്ങിൽ വന്നത് എന്ന് നമ്മൾ കണ്ടു. ഞാൻ പറഞ്ഞു വരുന്നത്, കേന്ദ്ര തലത്തിലാണെങ്കിലും സംസ്ഥാന തലത്തിലാണെങ്കിലും അവിടെ ഭരണം നടത്തുന്നവർ, അതിന് നേതൃത്വം നൽകുന്നവർ തങ്ങൾക്കെതിരെ ഉയർന്നു വരുന്ന, തങ്ങളുടെ നടപടികൾക്കെതിരായി ഉയർന്നു വരുന്ന വിമർശനങ്ങളെ എങ്ങനെയാണ് സമീപിക്കുന്നത് എന്നതിൻ്റെ ഒരു താരതമ്യം ഈ കഴിഞ്ഞ ദിവസം തന്നെ ഇത്തരത്തിൽ വന്നത്, അതും 2 പുസ്തകങ്ങളുടെ പേരിൽ വന്നത് തികച്ചും യാദൃശ്ചികമാണെന്ന് കരുതാൻ വയ്യ.